ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണിക്കുകയാണ് തത്സമയം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കോളേജിന് അഡ്മിഷൻ അംഗീകാരം കിട്ടാതെ പോയത്. ഇത് സതീഷ് നായർ എന്ന ഇടനിലക്കാരൻ പറഞ്ഞു എന്ന റിപ്പോർട്ട് പറഞ്ഞു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ കാണുന്നത്. അതനുസരിച്ചാണെങ്കിൽ മുഴുവൻ തുകയും കൊടുത്തവർക്കാണോ അനുമതി നൽകിയത് എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് ഈ വർഷം 70 മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. അതിൽ ചിലർക്ക് പുതിയ ബാച്ചുകളുടെ അംഗീകാരമാണ്, മറ്റു ചിലർക്ക് പഴയതിൻ്റെ അംഗീകാരം പുതുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കോഴ നൽകിയ മെഡിക്കൽ കോളേജുകൾക്ക് ന്യൂനതകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് 70 മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. അതേസമയം നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കോഴ നൽകാത്ത മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം റദ്ദാക്കിയുണ്ടായി. അങ്ങനെയാണെങ്കിൽ 70 മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം നൽകിയ വഴി 1000 കോടി രൂപയുടെ അഴിമതി ഇവിടെ നടന്നിരിക്കുന്നു. മെഡിക്കൽ കൗൺസിൽ കോളേജുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു വന്നതിൻ്റെ വെളിച്ചത്തിലാണ് സുപ്രീം കോടതി ജസ്റ്റിസ് ലോധയെ ചെയർമാനായ ഒരു കമ്മിറ്റി നിയോഗിച്ചത്. ഈ 70 മെഡിക്കൽ കോളേജുകൾക്കും ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത് ലോധ കമ്മിറ്റിയെ മറികടന്നുകൊണ്ടാണ്. ലോധ കമ്മിറ്റിയുടെ കാലാവധി മെയ് 15 അവസാനിച്ചു. ഈ കോളേജുകൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് മെയ് 31-നാണ്. ലോധ കമ്മിറ്റിക്ക് ശേഷം 5 ഡോക്ടർമാരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ സുപ്രീം കോടതി നിയോഗിച്ചു. അത് VK പോൾ ചെയർമാനായ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി വന്നത് ജൂലൈ 18-നാണ്. ഇതിൻ്റെ അർത്ഥം ഈ മെഡിക്കൽ കോളേജുകൾക്കെല്ലാം അംഗീകാരം നൽകിയത് ലോധ കമ്മിറ്റി ഇല്ലാത്ത സമയത്താണ്, സുപ്രീം കോടതിയുടെ 5 അംഗ കമ്മിറ്റി ഇല്ലാത്ത സമയത്താണ്. മെയ് 15 ലോധ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് ഈ 70 മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ കോളേജുകളുടെ പരിശോധന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നടന്നിരുന്നത്. പക്ഷേ ലോധ കമ്മിറ്റി സ്ഥാനമൊഴിയുന്ന മെയ് 15 വരെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും ലോധ കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്തിരുന്നില്ല എന്നാണ് ആരോപണം ഉയരുന്നത്. ലോധ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞ ശേഷം ഈ 70 മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം നൽകുകയായിരുന്നു. മെഡിക്കൽ കോളേജുകളുടെ